ഇത് പുസ്തക സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ലിഫ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൂടെ കയറി ഇങ്ങനെ മുകളിൽ കയറി കഴിഞ്ഞാൽ അപ്പുറത്തെ കൂടെ നമുക്ക് പുതിയ സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് കയറാം. വണ്ടികളുടെ ഉള്ളിലൂടെ ക്രോസ് ചെയ്ത് പോകുന്നതും വേണ്ട. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാം. സുഖമായിട്ട് അങ്ങോട്ട് കിടക്കാനുള്ള എളുപ്പവഴിക്കുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇപ്പം നമ്മളിപ്പോൾ കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ചേട്ടനുണ്ട്, ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാൻഡിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. നേരെ ഇപ്പം ഇനി കടകളൊക്കെ ഉള്ളതിൻ്റെ അവിടേക്കാണ് ഇപ്പം ഇനി പോകുന്നത് കേട്ടോ. ബസ്സുകളൊക്കെ ഒരുപാടുണ്ട്. കുറ്റിപ്പുറം അങ്ങോട്ട് ഇവിടെയൊക്കെ ഉള്ള ബസ്സുകൾ. ഇപ്പം നമുക്ക് തൃശ്ശൂർ കയറണമെങ്കിൽ കുറച്ചുകൂടെ അങ്ങോട്ട് അപ്പുറത്തേക്ക് പോകണം. നമ്മളിപ്പോൾ സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് ഇതിപ്പോൾ കയറണം കേട്ടോ. ഇതാണ് സ്റ്റാൻഡ്. സ്റ്റാൻഡിലുള്ള ഒരുപാട് കടകളൊക്കെ ഉള്ള സ്ഥലമുണ്ട് ഇവിടെ. എന്താ ഇവിടെ ചിപ്സുകളും ലഡും അതും ഇതൊക്കെയുള്ളൊരു കടയാണത്. ഇങ്ങനെ ഒരുപാട് കടകളുണ്ട്. വേണ്ട, ഒരുപാട് കടകളുണ്ട്. ലോട്ടറി കടയുണ്ട്, ഇനി ചായക്കട, ഐസ്ക്രീം, ഒരുപാട് കടകളുണ്ട്. ഇത് വാച്ചുകൾ ഏതെടുത്താലും 100 രൂപ വാച്ച്. ഇത് ബസ്സുകളുണ്ടോ. ഇത് അമ്മായി ഇത് കപ്പലണ്ടി വെക്കണുണ്ട്. ഇനി ഇവിടെ ഇപ്പോൾ കണ്ടോ ഇത് കുറേ പാവകളൊക്കെ വെക്കുന്നൊരു കടയാണ്. നല്ല രസകരമായ കുറേ പാട്ടങ്ങളുണ്ട്. ഉണ്ണികളെ കൊണ്ടുവരുന്ന ലോട്ടറി കടയുണ്ട്. ബസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അപ്പുറത്തെ വെളിയിലേക്ക് പോകാനുള്ള വഴിയാണ് കേട്ടോ. അത് വെളിയിൽ കിടന്ന നേരെ വെളിയിലേക്ക് പോവുകയും ചെയ്യാം. ഇതേണ്ട കോഴിക്കോടൻ അലുവകൾ, ഇഷ്ടം പോലെ അലുവകൾ. ഇതാണ് കോഴിക്കോടൻ അലുവ. ഇതിപ്പോൾ നമ്മൾ എവിടെ എത്തി. കണ്ടോ, ഇതിൽ നേരെ പോയാൽ പുറത്തേക്ക് പോവാം. നേരെ പോയാൽ പുറത്തേക്ക് ഇത് കണ്ട ലോട്ടറി കടകളെല്ലാം ഉണ്ട്. ഇതിൽ പോയാൽ പുറത്ത് വെളിയിലേക്ക് അപ്പുറത്തേക്ക് കടന്നു പോകും. ഇപ്പോൾ ഒരു സൂത്രം ഉണ്ട് കേട്ടോ. അങ്ങനെ നിൽക്കില്ല. ഞാൻ ഇതൊരു പാവനം പിടിക്കാൻ പോകണം. അതേപോലെ പോയൊരു പാവന എടുത്തു. തന്നെ എടുത്തു. ഇനിയിപ്പോൾ അതിൻ്റെ വില അറിയില്ല എന്ന കാര്യം. അന്ന് നേരെ കടയിൽ പോയി അതിൻ്റെ വില ചോദിക്കുക. ചോദിച്ചോളൂ. ആളെടുത്ത് പോയി വില ചോദിക്കുകയാണ്. പാവയ്ക്ക് എന്താ വില? ആളോടിച്ച വന്നു 120 റുപ്യാണെന്ന് പറയുന്നത്. അപ്പോൾ ആള് പാവയ്ക്ക്